ഹിന്ദു ആചാരപ്രകാരം ദൈവത്തെയും ആചാരങ്ങളെയും 4 വിധത്തിൽ കാണുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമതൊരു വിഭാഗം കൂടിയുണ്ട്. 4 വിഭാഗം എന്ന് പറയുന്നത് സൂചനകൾക്ക് വേണ്ടി പറയാം. പല വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഒന്ന്, ദൈവികമായി വരുന്ന കാര്യങ്ങൾ, അവതാര പുരുഷന്മാർ, അതുമായി ബന്ധപ്പെട്ട വിഷ്ണു ബ്രഹ്മ മഹേശ്വരൻ, അങ്ങനെ വരുന്നൊരു കഥ. പിന്നെ ആത്മീയമായി ബ്രഹ്മം, പരബ്രഹ്മം, പരമാത്മാവ്, ആത്മാവ്, അങ്ങനെ പറയുന്ന വേദം, ഉപനിഷത്തൊക്കെ പറയുന്നൊരു കഥ. പിന്നെ ഭൗതികമായി രാമൻ തന്നെ 3 തരത്തിൽ വരാറുണ്ട്. രാജാവായി വരാറുണ്ട്, ഭൗതികമായി രാജാവാണ്, ആത്മീയമായി പറയാറുണ്ട്, ദൈവം എന്ന് പറയാറുണ്ട്, അവതാരം എന്ന് പറയാറുണ്ട്. പിന്നെ ഒന്നാണ് യോഗാശാസ്ത്രം അനുസരിച്ച് വരുന്നത്. ഇത് 4 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അഞ്ചാമതൊരു സാധനം ഉണ്ട്. അതാണ് നമ്മുടെ കെട്ടുകഥകൾ, പിന്നെ പാരമ്പര്യ പറയകൾ, പിന്നെ ഊഹാഭോഗങ്ങൾ, പിന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മുടെ അലക്സാണ്ടർ ജേക്കബിൻ സാറിനെ പോലെയുള്ളവരുടെ പിന്നെ കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ ഒരു സാധനം വരും. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് 18ാം പടി. എന്തിനാണ് 18 പടി കെട്ടിയത്? 19 കെട്ടിയില്ല, 20 കെട്ടിയില്ല. എന്തിനാണ് പടി കെട്ടിയത്? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകൂ എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. പടിയാറും കടന്നു പോകുമ്പോൾ എന്നൊക്കെ പറയുന്നൊരു കഥയുണ്ട്. അതവിടെ നിൽക്കട്ടെ. നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്നൊക്കെ പറഞ്ഞ് നരകവാരി നടുവിൽ എന്നൊക്കെ പറഞ്ഞ് പാട്ടും കഥകളൊക്കെ ഉണ്ട്. പ്രധാനമായി പടി കെട്ടാനുള്ള കാരണം എന്താണ്? അതൊരു മലയുടെ മുകളിലാണ്. ഒരു മലയ്ക്ക് മുകളിൽ തന്നെ, പിന്നെ ഒരു പാറയുടെ മുകളിലാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ പടി കെട്ടാതെ മുകളിലോട്ട് കയറിപ്പോവുക എളുപ്പമല്ല. അപ്പോൾ പടി വേണം, തീർച്ചയായും പടി വേണം. അപ്പോൾ പിന്നെ 18 പടിയായി. 18 പടി വച്ചതിൻ്റെ ആചാരം എന്താണ്? അത് അറിയാമെന്നുള്ള ആൾ അത് വച്ച തന്ത്രിക്കും അതുമായി ബന്ധപ്പെട്ട മേശരിക്കും അപ്പോഴത്തെ ഉള്ളവർക്കാണ്. എന്നാൽ ഹിന്ദുവിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഥകൾ മെനഞ്ഞ് കൊണ്ടുപോകാൻ പറ്റും, ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. 2 കഥകളാണ്, 2 കാര്യങ്ങളാണ് 18ാം പടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്. ഒന്ന്, നമ്മൾ വീഡിയോ ഒക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് 18 മലകളുണ്ട്. ഈ ശബരിമല ഉൾപ്പെടെയുള്ള 18 മലകളുണ്ട്. ആ മലകളിൽ ആദിവാസി ഊരുമാർ, മലയരയന്മാരും കുറവന്മാരും ആദിവാസികളും പാവപ്പെട്ട ആളുകളെല്ലാം ചെറിയ ചെറിയ പൂജകൾ നടത്തിയിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ് പറയണം. ആളുകൾ താമസമുള്ള മലകളിൽ ചെറിയ പൂജ ആദിവാസി മൂപ്പനും ഒക്കെ ഉണ്ട്. അങ്ങനെ ശബരിമല, പൊന്നമ്പലമേട്, ആ പൊന്നമ്പലമേട്ടിലാണ് ഈ ജ്യോതി കത്തുന്നത്. ഗൗണ്ടൽമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമേടുമല, ഗൽഗിമല, മാതങ്കമല, മയിലാടുംകോട് മല, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽ മല, തലപ്പാറമല, നീലിമല, കരിമല കയറ്റം, കഠിനമയ്യപ്പ എന്നൊക്കെ പറയുന്ന നല്ല കുത്തനെ കിടക്കുന്ന, കുറച്ച് ഇതായി കിടക്കുന്ന കയറ്റമായതുകൊണ്ടാണ്. പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, അങ്ങനെ 18 മലകളിൽ ഒരു മലയാണ് ശബരിമല. ആ 18 മലകൾക്കും ദേവതാ സമ്പ്രദായം, അല്ലെങ്കിൽ ദേവതയുണ്ട്, അല്ലെങ്കിൽ പൂജകളുണ്ട്. അതിൽ ഒരെണ്ണമാണ് ശബരിമല. അതുകൊണ്ട് 18 പടി. ഇതാണ് ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും അതാണ് ഒരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ കാഴ്ചപ്പാടാണ് പ്യുവർ ആത്മീയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മം പരബ്രഹ്മം കാഴ്ചപ്പാടിൽ പറയും. അപ്പം ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് 18 പടി എന്ന് പറയുന്നത് 18 പടി 5 കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, 8 രാഗങ്ങൾ, അത് ഞാൻ പറയാം. അഷ്ടരാഗങ്ങൾ, അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ, അപ്പോൾ 8 5 13, 3 ഗുണങ്ങൾ, അപ്പം 13 3 16, പിന്നെ 2 എണ്ണം, അങ്ങനെ 18 കാര്യങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത്. അതിനാണ് അത് പറയുന്നത്. നേടേണ്ടതും കളയേണ്ടതും. ഒന്ന്, അഷ്ടരാഗങ്ങൾ. ഇപ്പം ഒന്നാമത്തെ പടി അതെനിക്കറിയത്തില്ല കേട്ടോ. ഒന്നാമത്തേതാണോ 8ാമത്തെ 18, അതെനിക്കറിയത്തില്ല. അതിനി കണ്ടുപിടിച്ച് വരണം നമുക്ക്, അല്ലെങ്കിൽ അറിയാവുന്നവർ പറയുക. 18 പടികൾ, 8 പടി അഷ്ടരാഗങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. 8 അഷ്ടരാഗങ്ങൾ കടത്തിവിടട്ടുമ്പോൾ മനുഷ്യൻ പോകണമെന്നാണ്. കാമം. അപ്പം ശബരിമല പോകുന്ന ആള് പോയിട്ട് വരുമ്പോൾ കാമം കുറയും. എന്തിനുള്ള കാമം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ എന്ന് വിചാരിച്ചില്ലായിരുന്നു. എന്തിനോടുമുള്ള അമിതമായ താല്പര്യം, ഏത് വിഷയത്തോടുമുള്ള അർഹതയ്ക്കപ്പുറമുള്ള താല്പര്യമാണ് കാമം. അപ്പൊ കാമം ഒന്ന് കുറയ്ക്കാൻ, കാര്യം ഓരോ സീസൺ പോയി വരുമ്പോൾ അവരുടെ കാമം കുറയ്ക്കണം, ക്രോധം കുറയ്ക്കണം, ലോഭം കുറയ്ക്കണം, മോഹം അവരുടെ കുറയ്ക്കണം. മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ജാതി മതമല്ല, അവരുടെ ഈ ആനയ്ക്ക് മതവിളവ് എന്നൊക്കെ പറയുന്നത്, അതായത് ഈ മനുഷ്യ മനസ്സിന്റെ ശരീരത്തിന്റെ ഒരു കൊഴുപ്പെന്നൊക്കെ പറഞ്ഞാൽ നന്നായിരിക്കും. മാത്സര്യ സ്വഭാവം, ഈർഷ്യ, അസൂയ, ഇതെല്ലാം ഈ അഷ്ടരാഗങ്ങളും പടിയിൽ കളയുകയാണ്. പിന്നെ അങ്ങോട്ട് കയറുമ്പോൾ അഷ്ടരാഗങ്ങളില്ല, മനുഷ്യ ശരീരത്തിൽ നിന്ന് കളയുകയാണ്, മനസ്സിൽ നിന്നൊക്കെ. പഞ്ചഭൂതങ്ങളെ പിന്നെ പ്രാർത്ഥിക്കണം. അഷ്ടരാഗങ്ങൾ കളഞ്ഞങ്ങോട്ട് കയറിയാൽ പഞ്ചഭൂതങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അറിയണം മനസ്സിൽ. പൃഥ്വി, ഭൂമി, അപ്പ്, ജലം, അഗ്നി, വായു, ആകാശം. പിന്നെ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിലൂടെയാണ് കടന്നു. കാരണം പഞ്ചഭൂത സൃഷ്ടിയിലൂടെയാണ്, പഞ്ചഭൂതത്തിന്റെ ഭാഗമാണ് മനുഷ്യർ എന്നുള്ള കൺസെപ്റ്റിൽ പഞ്ചഭൂതത്തിലൂടെ കടന്നു പോകണം. അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഗുണങ്ങൾ നേടണമെന്നാണ്. സദ്ഗുണം, രജസ് ഗുണം, തമസ് ഗുണം, 3 ഗുണങ്ങളുണ്ട്. ഈ 3 ഗുണങ്ങളുടെ
ആ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ 3 പടികൾ വെച്ചിരിക്കുന്നത്. പിന്നെ വിദ്യ, അവിദ്യ, ഇങ്ങനെ 18 പടിയാണ്. അപ്പൊ 18ാം പടി കയറുന്ന ഒരു ഭക്തൻ അത് കയറി കഴിയുമ്പോഴാണ് പിന്നെ അവിടെ ചെല്ലുകയും തത്വമസി എന്നൊക്കെ പറയുന്ന കാഴ്ചപ്പാടിലേക്കൊക്കെ വരുന്ന വേറെ രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ 18ാം പടി കയറുന്ന ഒരു ഭക്തൻ ഈ 18 മലകളെ ബേസ് ചെയ്തിട്ടാണോ ഈ 18ാം പടി വെച്ചിരിക്കുന്നത്? ഞാൻ ഈ നേരത്തെ പറഞ്ഞ 18 മലകളെ ബേസ് ചെയ്തിട്ടാണോ വെച്ചിരിക്കുന്നത്? അതോ ഈ അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്ന 8ഉം പിന്നെ നമ്മൾ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളാവുന്ന 5ഉം പിന്നെ മൂന്ന് ഗുണങ്ങൾ, മനുഷ്യന്റെ തമോ ഗുണവും രജോ ഗുണവും പിന്നെ സദ്ഗുണവും, അങ്ങനെ 3 ഗുണങ്ങളും പിന്നെ വിദ്യയും അവിദ്യയും ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് ഇതെല്ലാം കളയേണ്ടത് കളഞ്ഞ്, എടുക്കേണ്ടത് എടുത്ത്, നേടേണ്ടത് നേടി, ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊള്ളുകൊണ്ട് അങ്ങ് ശബരിമലയിൽ പോയി അയ്യനെ കണ്ട് അല്ലെങ്കിൽ അയ്യപ്പനെ കണ്ടിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഇതെല്ലാം ക്ലിയർ ആകുന്ന ഒരു രീതി ഉണ്ടോ? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് പ്രധാനപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ശബരിമല ഏതൊരു ക്ഷേത്രം എടുത്താലും ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇത് വയ്ക്കുന്ന ആളുകൾ എഴുതി വെക്കത്തില്ല. ഇപ്പൊ 18ാം പടി വെച്ച ആചാര്യൻ അല്ലെങ്കിൽ തന്ത്രി അല്ലെങ്കിൽ അന്നത്തെ കെട്ടിയവർ ഇത് എഴുതി വെച്ചിട്ടില്ല ഒരിടത്ത്. പിന്നെ എഴുതി വെക്കാതെ വരുമ്പോൾ ഒരുപാട് കഥകൾ ഇറങ്ങും. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കഥകൾ അവരങ്ങ് മെനഞ്ഞു പോകും. ആരെങ്കിലും ഒരു കഥ പറയും, പിന്നെ ആ കഥയെ പിടിച്ച് ഒരുപാട് പേര് പോകും. വേറെ ചിലർ വേറെ കഥയെ പിടിച്ചു പോകും. അങ്ങനെ പല രൂപത്തിലുള്ള കഥകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ച് ഇപ്പോ 18ാം പടിയെക്കുറിച്ച് 2 കഥകളാണുള്ളത്. 2 കാഴ്ചപ്പാട്, കഥകൾ എന്ന് പറഞ്ഞുകൂടാ, 2 കാഴ്ചപ്പാടാണ്. പ്യുവർ ആത്മീയതയുടെ കാഴ്ചപ്പാടിൽ പറയുമ്പോൾ ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം, പരബ്രഹ്മം എന്ന് പറയുന്ന കാഴ്ചപ്പാടിലൊക്കെ പറയുമ്പോഴാണ് ഈ അഷ്ടരാഗങ്ങളും അങ്ങനെയുള്ള വഴികളൊക്കെ പോകുന്നത്. മറിച്ച് പ്യുവറായിട്ട് നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ 10-18 മലയുണ്ട്. ആ 18 മലയിൽ ഒരു മലയാണിത്. ആ 18 മലയിലും വിവിധ ഘട്ടങ്ങളിലൊക്കെ പൂജയൊക്കെ നടക്കാറുണ്ട്. അതിലൊരു മലയാണിത്. ഇവിടെ ക്ഷേത്രം പണിതു, അല്ലെങ്കിൽ പണ്ടത്തെ ക്ഷേത്രത്തെ പുനരുദ്ധരിച്ചു, അല്ലെങ്കിൽ മുമ്പേ ഒരു ക്ഷേത്രം പണിതു, പിന്നെ അത് കാലാകാലങ്ങളായി പുനരുദ്ധരിച്ച് വന്നു, ഇപ്പോഴത്തെ ക്ഷേത്രമായി മാറി എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ ഈ 2 കാഴ്ചപ്പാടും ശബരിമലയെ സംബന്ധിച്ച് വളരെ കൃത്യമായുണ്ട്. തത്വമസി എഴുതി വെച്ചത് നമ്മൾ നേരത്തെയുള്ള വീഡിയോ ചെയ്തു 1982 അപ്പോൾ അതിനുശേഷമാണ്. അതിന് മുമ്പ് തത്വമസി അല്ലേന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടില്ല. ഈ കാഴ്ചപ്പാടുണ്ട് എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിലും ഉള്ള ഹിന്ദു ആചാരം അനുസരിച്ചുള്ള ഒരു അല്ലെങ്കിൽ വിശ്വാസം അനുസരിച്ചുള്ള കാഴ്ചപ്പാട് ദൈവവും മനുഷ്യരും ഒന്നും വ്യത്യസ്തമല്ല. ഈ പഞ്ചഭൂതങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന തൊക്ക്, കണ്ണ്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറയുന്ന സ്പർശിക്കുന്ന, കാണുന്ന, കേൾക്കുന്ന, രുചിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കണം. അത് പഞ്ചഭൂതങ്ങളുമായി ബന്ധമുണ്ട്. പഞ്ചഭൂതങ്ങൾ ഞാൻ നേരത്തെ ആകാശം, അതുപോലെ മഴ, ആകാശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ, ചൂട്, വായു, വെള്ളം, ആകാശം, അതുമായി ബന്ധപ്പെട്ട കഥകൾ, ഭൂമി, മണ്ണ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കഥകളുണ്ട്. അതുപോലെ തന്നെ വായു, അഗ്നിയാണല്ലോ ഇതിനകത്ത് ഒരു പ്രധാന വില്ലൻ അല്ലെ, പ്രധാന കഥാപാത്രം. അപ്പൊ അഗ്നി എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് അഗ്നി. അപ്പൊ അഗ്നി, വായു, ഇതെല്ലാം ചേരുന്ന ഒരു കാഴ്ചപ്പാടിനകത്താണ് ഈ പഞ്ചഭൂത സിദ്ധാന്തമൊക്കെ വരുന്നത്. അതിൽ പെടുന്നവരാണ് മനുഷ്യർ. അപ്പൊ മനുഷ്യരെയും, പഞ്ചഭൂത സിദ്ധാന്തത്തിൽ പെടുന്ന മനുഷ്യരെയും, പിന്നെ മനുഷ്യന്റെ മനസ്സിന്റെ ഗുണങ്ങൾ, സദ്ഗുണമുണ്ട്, ഒരു രജോ ഗുണമുണ്ട്, തമസിന്റെ ഗുണമുണ്ട്, മോശപ്പെട്ട ഗുണമുണ്ട്, ഒരു സാത്വിക ഗുണമുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവം മനുഷ്യ മനസ്സിലുണ്ട്. ഇതും ഒക്കെ കൂടി ക്ലിയർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് 18ാം പടിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 2 തലത്തിലുള്ള ചിന്തയാണ്. ഒന്ന് ആത്മീയ തലത്തിലുള്ള ചിന്ത, ഭൗതിക തലത്തിൽ 18ാം പടി, 18 മലകളുടെ ചിന്ത. ഇത് 2 മനസ്സിലാക്കിയിരിക്കുക. രണ്ടിനും വേണ്ടിയും വാദിക്കുകയും ചെയ്യരുത്, രണ്ടിലും രമിച്ചു പോകരുത്.